നമുക്കിന്നൊരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുക്കുക, ഒരു 2 സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, 3 പൊട്ടറ്റോ പുഴുങ്ങിയത്, 4 കഷ്ണം ബ്രെഡ് ഇത്ര എടുക്കുക. അതിനുശേഷം നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി അതിനകത്തേക്ക് ഓണിയൻ, ഗാർലിക്ക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി ഇത്രയിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. അപ്പോഴേക്കും നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ബ്രെഡ് ഒന്ന് ഹീറ്റ് വേണമെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം ഇതിലോട്ട് തന്നെ നമുക്ക് ചിക്കനും പൊട്ടറ്റോയും ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്ത് അത് നമുക്ക് വറந்து വന്ന് ഓണിയനിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഉണ്ടുരുട്ടി നമുക്ക് അത് ബ്രെഡ് ക്രംസിലോട്ട് ആദ്യം വയ്ക്കാം. അതിനുശേഷം നമുക്ക് എഗ് വാഷ് ചെയ്തെടുക്കാം. വീണ്ടും ഒന്ന് ബ്രെഡ് ക്രംസിലിട്ട് 2 വശത്തും എണ്ണ തേച്ചതിന് ശേഷം നമുക്കത് എയർ ഫ്രയറിൽ വയ്ക്കാവുന്നതാണ്. മറ്റേ ഓയിൽ സ്പ്രെയർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ ബ്രഷ് നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ പ്ലേറ്റിൽ എണ്ണ വെച്ചിട്ട് 2 വശം മുക്കി വെക്കുകയാണ് ചെയ്തത്. എനിവേ നമുക്കൊരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഞങ്ങൾ വെച്ചപ്പോഴത്തേക്കും ഒരു വശം മൊരിയാത്ത പോലെ തോന്നിയുകൊണ്ട് ഒരു 10 മിനിറ്റ്സും കൂടെ തിരിച്ച് വെച്ചിട്ട് മറിച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് വെച്ചാൽ അതെല്ലാം അടിപൊളി ടേസ്റ്റാണ്. എരിവൊക്കെ കുറവായതുകൊണ്ട് പിള്ളേർ നന്നായിട്ട് കഴിച്ചോളും. ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. എനിവേ തക്കുടുവിന് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്.